നമ്മൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനത്തെക്കുറിച്ച് സുഹൃത്തുക്കളോട് സംസാരിക്കുകയോ ഗൂഗിളിൽ തിരയുകയോ ചെയ്യുമ്പോൾ തൊട്ടടുത്ത നിമിഷം ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും അതിന്റെ പരസ്യങ്ങൾ വന്ന് നിറയുന്നത് കാണാറില്ലേ? ആ നിമിഷം നമ്മൾ അറിയാതെ നമ്മുടെ ഫോൺ സ്വകാര്യ വിവരങ്ങൾ ചോർത്തുന്നുണ്ടോ എന്ന് അറിയാതെ തന്നെ സംശയിച്ചു പോകാറുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന ചില സെറ്റിംഗ്സുകളാണ് ഇതിന് കാരണം. നമ്മുടെ ഫോണിലെ പ്രൈവസി സുരക്ഷിതമാക്കാൻ ഫോണിൽ ഉടൻ മാറ്റേണ്ട 3 പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാം. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഓൺ ചെയ്തു വെച്ച സെറ്റിംഗ്സിലൂടെ അളവറ്റ രീതിയിൽ സ്വകാര്യ വിവരങ്ങൾ പങ്കുവെക്കപ്പെടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ആപ്പ് പെർമിഷൻ മുതൽ ലൊക്കേഷൻ ട്രാക്കിംഗ് അടക്കം നിരവധി കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഫോണിൽ നടക്കുന്നുണ്ട്. ഈ 3 കാര്യങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ പ്രൈവസി സുരക്ഷിതമാക്കി വെക്കാനാകുമെന്നാണ് ടെക് നിരീക്ഷകർ നൽകുന്ന മുന്നറിയിപ്പ്. 1. ആപ്പ് പെർമിഷൻ ആണ്. പുതിയ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ മൈക്രോഫോൺ, ക്യാമറ, ഫോട്ടോ ഗാലറി എന്നിവയിലേക്കുള്ള ആക്സസ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പോപ്പപ്പ് സന്ദേശം ലഭിക്കും. ഒരു ആപ്പിന് എന്തിനാണ് ഇത്ര ആക്സസുകൾ വേണമെന്നതുപോലുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ ഒരു പെർമിഷൻ അനുവദിക്കുന്നുണ്ട് എങ്കിൽ അത് അപകടകരമായി മാറിയേക്കാം. ഇത് രഹസ്യമായി നിങ്ങളുടെ ശബ്ദ സന്ദേശങ്ങൾ, ഫോട്ടോകൾ, അതുമല്ലെങ്കിൽ നിങ്ങളുടെ അറിവോ സമ്മതമോ കൂടാതെ വീഡിയോ റെക്കോർഡ് ചെയ്യപ്പെടാൻ വരെ കാരണമായേക്കാം. അതിനാൽ ഫോണിൽ കയറ്റുന്ന ആപ്പുകളുടെ പ്രവർത്തന രീതിയെക്കുറിച്ച് ധാരണ ഉണ്ടാക്കി വെച്ചതിന് ശേഷം മാത്രം ഫോണിലേക്കുള്ള ആക്സസുകൾ അനുവദിച്ചു കൊടുക്കുക. 2. ലൊക്കേഷൻ ട്രാക്കിംഗ് ആണ്. ഫോണിലെ ലൊക്കേഷൻ ട്രാക്കിംഗ് ആപ്പുകൾ നിങ്ങളുടെ നിലവിലെ സ്ഥാനം മാത്രമല്ല ട്രാക്ക് ചെയ്യുക, മറിച്ച് മുൻപ് നിങ്ങൾ എവിടെയെല്ലാം പോയിരുന്നു എന്ന കാര്യങ്ങളും അവർക്കറിയാം. ഗൂഗിൾ പറയുന്നത് പ്രകാരം ആൻഡ്രോയിഡ് ഫോണുകളിലെ ലൊക്കേഷൻ, സർവീസുകൾ, കാലാവസ്ഥാ പ്രവചനങ്ങൾ, തൊട്ടടുത്ത റെസ്റ്റോറന്റുകൾ എന്നിവ നിരന്തരം തിരഞ്ഞുകൊണ്ടേയിരിക്കും. ആപ്പിൾ iOS ഫോണുകളിലും ഇതിന്റെ പ്രവർത്തനം സമാനമായിരിക്കും. ഇത്തരം സേവനങ്ങൾ ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ നാവിഗേഷൻ ആപ്പുകൾക്ക് ചില ആക്സസുകൾ നൽകേണ്ടി വരുമെങ്കിലും കണ്ണടച്ച് എല്ലാം അനുവദിച്ചു കൊടുക്കരുത്. ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ഉപയോഗിക്കുന്നത് വ്യാജ ആപ്പുകളാണെങ്കിൽ നിങ്ങളുടെ വീട്ടുവിലാസം, ഓഫീസ്, മക്കളുടെ സ്കൂൾ തുടങ്ങിയ വിവരങ്ങൾ ചോർന്നു പോകാൻ സാധ്യതയേറെയാണ്. നാവിഗേഷൻ ആപ്പുകൾ വഴിയുള്ള ഈ പ്രതിസന്ധി തടയാൻ പെർമിഷനുകൾ ആപ്പ് ഉപയോഗിക്കുമ്പോൾ മാത്രം വൈൽ യൂസിംഗ് ദ ആപ്പ് എന്ന സെറ്റിംഗ്സിലേക്ക് മാറ്റാം. ഇത് എല്ലായിടത്തുമുള്ള ട്രാക്കിംഗ് തടയാൻ സഹായിച്ചേക്കും. 3. വ്യക്തിഗതമായ പരസ്യങ്ങളാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയും ഒറ്റത്തവണ മാത്രം സെർച്ച് ചെയ്യുകയും ചെയ്ത ബൂട്ട്സിന്റെ പരസ്യം ഫീഡുകളിൽ വന്ന് നിറയുന്നത് എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന്റെ ഒരു കാരണം നിങ്ങൾ സന്ദർശിച്ച വെബ്സൈറ്റുകളെ കുറിച്ചും അവിടെ എത്ര നേരം ചിലവഴിച്ചു എന്നതിനെ കുറിച്ചുമുള്ള വിവരങ്ങൾ ഗൂഗിൾ അക്കൗണ്ട് വഴി ശേഖരിക്കപ്പെടുന്നു എന്നതാണ്. ഇതുവഴിയാണ് നിങ്ങൾ ഒരിക്കൽ മാത്രം തിരഞ്ഞ കാര്യങ്ങൾ വീണ്ടും പരസ്യങ്ങളായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പരസ്യങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാനായില്ലെങ്കിലും അലോസരപ്പെടുത്തുന്നത് ഒരു പരിധിവരെ നിയന്ത്രിക്കാനാകും. ഏതെല്ലാം വിവരങ്ങളാണ് നിങ്ങൾ തേർഡ് പാർട്ടികൾക്ക് നൽകിയതെന്നും അവയെ എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷനുകൾ ഉപയോഗപ്പെടുത്തുന്നത് എന്നതിനെ കുറിച്ചും കൃത്യമായ ധാരണയോടെ നീങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ വിവരങ്ങൾ സുരക്ഷിതമായേക്കാം. ആപ്പുകൾക്ക് നൽകുന്ന എല്ലാ പെർമിഷനുകളും യഥാർത്ഥത്തിൽ അവയ്ക്ക് ആവശ്യമുണ്ടോ എന്ന ധാരണയോടെ മാത്രം സെറ്റിംഗ്സിൽ മാറ്റം വരുത്തുക. ഇത്തരം ചെറിയ ജാഗ്രതകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ ഒരു പരിധിവരെ സുരക്ഷിതമായി സൂക്ഷിക്കാനാകും.